തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. ഉച്ചവരെ പോളിംഗ് ശതമാനം 24 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നൈയിലെ പോളിംഗ് ബൂത്തുകളിൽ രാവിലെ തന്നെ നിരവധി പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. സിനിമാ താരങ്ങളായ രജനീകാന്ത്, കമൽഹാസൻ, കാർത്തിക് തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. അല്ലമീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന തലത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരുപോലെ ശ്രദ്ധ പതിയുന്ന, ഒരുപോലെ ഉറ്റുനോക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ ഇത്തവണ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ നമുക്ക് കാണാനാകുന്നുണ്ട്. കാരണം നല്ല ചൂടുണ്ട്. ചെന്നൈയിലും തമിഴ്നാട്ടിലുമൊക്കെ നല്ല ചൂടാണ്. അതുകൊണ്ട് ആ ചൂട് കനക്കുന്നതിന് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തി പോകാനുള്ളൊരു ശ്രമമാണ് പല ആളുകളും നടത്തുന്നത്. പക്ഷേ രാവിലെ കാണുന്ന ഈ ക്യൂ ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പലയിടങ്ങളിലും പ്രകടമാവുക. കാരണം കനത്ത ചൂടുള്ളതുകൊണ്ട് ആ ചൂടിന് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്തി പോകുക എന്നുള്ളതാണ് പലരും ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനും കോയമ്പത്തൂരിലെ BJP സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അണ്ണാമലൈ, ഒപ്പം ചലച്ചിത്ര താരങ്ങൾ കമൽഹാസനും അജിത്തും അതുപോലെ തന്നെ രജനീകാന്തും വിജയും ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി പോവുകയും ചെയ്തു. ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ടർമാർക്കൊപ്പം ക്യൂവിൽ ഇടം നേടിയാണ് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞത് തൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നാണ്. എല്ലാ വോട്ടർമാരും അത് ആ കടമ നിർവഹിക്കണമെന്നൊരു ആഹ്വാനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷനും ഇത്തവണ BJP ഉറ്റുനോക്കപ്പെടുന്ന BJP ദേശീയ നേതൃത്വം ഉൾപ്പെടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത് BJPക്ക് ഇത്തവണ വലിയ വിജയം സംസ്ഥാനത്തുണ്ടാകും. വരുന്ന ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 BJP സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു വിജയമായിരിക്കും ഉണ്ടാവുക, ഒരു വണ്ടർഫുൾ ദിനമായിരിക്കുമെന്ന് എന്നുള്ളൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തു. അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് ഉറ്റുനോക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ദ്രാവിഡ പാർട്ടികൾ നേർക്കുനേർ നടന്ന പോരാട്ടമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇത്തവണ അതിനിടയിലേക്ക് BJP കൂടി ചുവടുറപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇത്തവണത്തെ പോരാട്ടത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അതോടൊപ്പം തന്നെ അണ്ണാ DMKയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, അവരുടെ ദുർബലമായി കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്ക് അതിൽ കണ്ടുവെച്ച് BJP നീക്കങ്ങൾ നടത്തുമ്പോൾ അത് എത്ര കണ്ട് ഫലവത്താകുമെന്നൊരു ചോദ്യം, അതിനുള്ള മറുപടിയും ഒക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തമിഴകവും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയവും ഒരു ഉത്തരം കാത്ത് ഇരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന സർവേ ഫലങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുമൊക്കെ നോക്കുമ്പോൾ DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അത് മുന്നിലെത്തും. അവർക്ക് തന്നെയായിരിക്കും മുൻതൂക്കം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പല ആളുകളുടെ പ്രതികരണങ്ങളും ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന പൾസമൊക്കെ ആ നിലയിലാണ്. അപ്പോൾ അക്കാര്യത്തിലൊരു സംശയമോ ആശങ്കയോ ഇല്ല. പക്ഷേ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ളൊരു മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.